റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനല്ല യമുനിക്ക, കുശൻ തന്നെ വേണം കുതിച്ചു പോകണം. നീ കൊള്ളാലോടി കൊച്ചേ. ബിന്ദു പണിക്കരുടെ മകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് തന്നെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും, ആ അമ്മയുടെ അത്രയും വന്നിട്ടില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, തിരക്കേടില്ല, ചേട്ടാ ഇനി എന്നെ ഡ്രൈവർ ചെയ്യോ? നീ ആവശ്യപ്പെടുന്ന എന്ത് ഞാൻ തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് എന്ത് ഞാൻ, നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ വാങ്ങിത്തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ ജഗന് വാങ്ങിത്തരും. ലാസ്റ്റ് വന്നപ്പോ ലാലേട്ടനായില്ലേ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ മക്കൾ ക്യാരക്ടർ ചെയ്ത ജോമോനായിരുന്നാലും സിജു ആയിരുന്നാലും ഇവരാരും അമിതായിരുന്നാലും ഇവരാരും ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ടായിട്ടില്ല. ഇത് കോട്ടൺ നസീറൊക്കെ പറഞ്ഞു തന്ന ഒരു പരിപാടി, എടാ അവരുടെ അടുത്ത് കൂടുതൽ അടുക്കണ്ട, അപ്പം വന്ന് പറഞ്ഞു ആ മോണി എന്ന് പറഞ്ഞു. പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് നിൽക്കാറില്ല. സത്യം പറഞ്ഞു ഞങ്ങൾ ഈ തന്തമാർ വേറൊരു വൈബില് ചെയറൊക്കെ ഇട്ടിരിക്കും, അവിടെ ഇരിക്കും ഈ പരിപാടി. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ കൂട്ടുകാരന്മാരെ കാലി ശല്യം. ബിന്ദു പണിക്കർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ് ആണ്. ഒന്ന് സായി കുമാർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ്. അയ്യോ സായി ചേട്ടൻ്റെ ഇപ്പൊ സായി ചേട്ടന്റെ ഡയലോഗുകൾ പറയുന്നത് സഞ്ജു ആണ്, ബിന്ദു പണിക്കരുടെ ഡയലോഗ് പറയുന്നത് കല്യാണി പണിക്കർ. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇനി മുതൽ നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം. അപ്പൊ നമ്മൾ പോട്ടാ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. കഴിഞ്ഞ ദിവസം ബാലചന്ദ്ര മേനോൻ ഒരു കമന്റ് പറഞ്ഞിരുന്നു, സിനിമാ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാൻ പ്രേക്ഷകന് കൂടി തോന്നണ്ടേ എന്ന്. മധുവിധു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള, എന്നാൽ രണ്ടുപേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹണിമൂൺ പീരീഡിനെ പറ്റിയുള്ള സിനിമയാണെന്നൊക്കെ തോന്നും. ഒരു ഫീൽ ഗുഡ് വൈബുണ്ട് ഈ സിനിമയ്ക്ക്. കല്യാണി പണിക്കരുടെ ഡെബ്യൂ ആണെന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഷർഫുദ്ദീൻ ഉണ്ട്, സഞ്ജു ഉണ്ട്, അസീസൊക്കെ ഉണ്ട്. വളരെ യങ് ആയിട്ടുള്ള ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഈ സിനിമയെ ബാക്ക് ചെയ്യുന്നുണ്ട്. സിനിമയെ പറ്റി സംസാരിക്കാൻ ഇവരെല്ലാവരുമാണ് ചേരുന്നത്. നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും അധികം ആക്സെപ്റ്റൻസ് ഉള്ളൊരു നടിയുടെ മകൾ ഡെബ്യൂ നടത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. കോമഡി ചെയ്യുമോ കല്യാണി, അല്ലെങ്കിൽ ഇമോഷണൽ ആർക്ക് എങ്ങനെയായിരിക്കും കല്യാണി ചെയ്യുന്നത്, അല്ലെങ്കിൽ കല്യാണി എങ്ങനെയായിരിക്കും നായകരായിട്ടുള്ള കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെയുള്ള ചിന്തകളൊക്കെ കല്യാണിയുടെ ഉള്ളിലും പോയിരുന്നു ആദ്യമായി ഒരു സിനിമ ഡെബ്യൂ? തീർച്ചയായിട്ടും സിനിമ എന്ന് ആഗ്രഹം വെക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് അത് എന്താ പറയാ, നാച്ചുറൽ ആണ്. പ്രേക്ഷകരുടെ ഇടയിൽ ബിന്ദു പണിക്കരുടെ മകൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് തന്നെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും, ആ അമ്മയുടെ അത്രയും വന്നിട്ടില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, തിരക്കേടില്ല, അമ്മയുടെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴും അമ്മ എന്നുള്ളത് അതെ അതെ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ചെയ്യുമ്പോ മോശമില്ല. ഇപ്പൊ അമ്മയുടെ ഒരു അഭിനയം എന്താ പറയാ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇതാക്കി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഞാൻ ഒരിക്കലും എനിക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് അത് വേറെയാണ്. പിന്നെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ നല്ലത് പറയാ, അല്ലെങ്കിൽ അമ്മയുടെ എന്തൊക്കെയോ ആ കുട്ടിക്കുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതുകൊണ്ട് സന്തോഷമുള്ളൂ. ആൾക്കാർ എങ്ങനെ പ്രതീക്ഷ വെക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ അത് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് എങ്ങനെ എടുത്തിട്ടില്ല. ഈ ഒരു ഫേവറിസം കൂടി വർക്ക് ആവുമല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ കാലം മലയാളി കണ്ടിട്ടുള്ള, മലയാളി എത്രയോ ഡെയിലി ലൈഫിലൊക്കെ പറയുന്ന ഡയലോഗുകളുടെ ഒക്കെ ഒരു ഉറവിടമാണ് ബിന്ദു പണിക്കർ. അപ്പൊ ആ വിധത്തിൽ ആളുകളുടെ ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പൊ ബിന്ദു പണിക്കരുടെ മകൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ ആ സ്നേഹം കൊണ്ട് ടിക്കറ്റ് എടുക്കുക, ആ വിശ്വാസവും ഉണ്ടോ? ഉണ്ട്. എന്റെ അമ്മയോടുള്ള ഒരു സ്നേഹം എന്നോട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജു, ഇപ്പൊ സഞ്ജുവിന്റെ ഈ റീൽസ് ഒക്കെ കാണുമ്പോഴേ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉള്ളതായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് നല്ല അടിപൊളി ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ, ഇന്നസെന്റ് അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സംസ്കൃതിയിൽ അവരെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇപ്പൊ തലക്കെട്ട് കെട്ടിയാൽ അവർ ആനക്കാരാവും, അതെടുത്ത് തോളത്തിട്ടാൽ അവർ കാര്യസ്ഥനാവും, അതെടുത്ത് വിരിച്ചിട്ടാൽ അവർ ശാന്തിക്കാരനാവും. അങ്ങനെ എളുപ്പത്തിൽ അതിനെ ഒരു തോർത്തുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ആ വിധത്തിലൊരു സ്കിൽ സെറ്റ് ഉണ്ട് സഞ്ജുവിന്. ഇപ്പൊ വേണമെങ്കിൽ ഒരു MVD ഓഫീസർ ആക്കാം, അതേ ആളെ തന്നെ പോലീസ് ഓഫീസർ ആക്കാം, അതേ ആളെ തന്നെ തഹസിൽദാരാക്കാം. ആ ഒരു എളുപ്പമുണ്ട്.
ഇത് ആളുകൾ പറയാറുണ്ടോ എല്ലാത്തിലും ഫിറ്റ് ഇൻ ആവുന്നുണ്ട് എന്നുള്ളത്? അങ്ങനെ ആരും പറയാറുണ്ട്. പക്ഷെ അടുത്ത സുഹൃത്തുക്കളാണ് കൂടുതലും പറയാറുള്ളത്. പിന്നെ ജിപേ ചെയ്ത് കൊടുത്ത് ഗൂഗിൾ പേ കൊടുത്ത് പറയിപ്പിക്കും ഞാൻ. നന്ദിയുണ്ട്. പിന്നെ വീഡിയോയുടെ താഴെ കമന്റും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറെ കണ്ടന്റ്സ് നിങ്ങൾ ചെയ്യാറുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങള് മൊബൈലിലെ ആംഗിളുകളെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഭയങ്കര ഫൺ ടേക്ക് ആയിരുന്നു. അതിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കാണുന്ന ആളുകൾക്കാണ് തമാശ. അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്നത് ആ റെലവൻസ് വെച്ചിട്ടാണോ അതോ ആ സ്പോട്ടിൽ തോന്നിയിട്ട് അങ്ങനെ വരുന്നതാണോ? അല്ലേട്ടാ, അത് കറണ്ട് സിറ്റുവേഷനിൽ എന്താണോ ആ സമയത്ത് വൈറലായി നിൽക്കുന്നത് അത് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് അപ്പൊ കറണ്ട് സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പൊ അത് പിടിച്ചിട്ടാണ് നമ്മൾ അന്ന് ആ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇതുമായി ബന്ധപ്പെട്ട് എന്തോ വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത ഇതാണ് ആ ഇത്. ഇപ്പോ സിനിമയിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് ഇപ്പം റീലിന്റെ പലപ്പോഴുള്ള മീറ്റർ ഉണ്ടല്ലോ, അതായത് റീലിന് ഒരു ക്ലൈമാക്സിനൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ഡയലോഗുകൾ ഒന്ന് കയറ്റി പറയേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ കുറച്ച് ലൗഡ് ആക്കേണ്ടി വരും. സിനിമയിൽ അങ്ങനെയല്ലോ, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ എപ്പോഴും. അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രം മാനറിസങ്ങളൊക്കെ കുറച്ച് ഒതുക്കുക, സട്ടിലാവുക, അങ്ങനത്തെ ശ്രമങ്ങളുണ്ടോ? സിനിമയും നമ്മൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം റീലായാലും യൂട്യൂബിലെ കണ്ടന്റ് വീഡിയോ ആയാലും ഒക്കെ കുറച്ച് ഓവർ ഇച്ചിരി ഇതായിട്ട് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടെ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഫിക്ഷൻ ടൈപ്പ് പരിപാടികളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഓവർ ആക്കേണ്ട കാര്യമില്ല, ഒരു മീഡിയം രീതിയിൽ ചെയ്താൽ മതിയെന്നാണ്. പിന്നെ നമ്മൾക്ക് അഭിനയിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞു തരും, അസീസൊക്കെ ആയാലും ഷർഫൊക്കെ ആയാലും ജഗദീഷ് ചേട്ടനൊക്കെ ആയാലും പറഞ്ഞു തരും, അത്രയും വേണ്ട, നമുക്കൊരു മീഡിയം രീതി പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തരും. അതൊക്കെ ഭയങ്കര ഉപകാരമാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആക്ടിങ് സ്കിൽ സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്. അതായത് ഞാൻ ഇത്ര നാൾ നിനക്ക് പറഞ്ഞില്ലേ, ഇനി നീ എനിക്ക് പറഞ്ഞു. അല്ലടാ, ഇത് പറഞ്ഞു. അതായത് ഇതിനകത്ത് 2 തരം സെറ്റുകളാണുള്ളത്. ഇതില് ഒന്ന് ബിന്ദു പണിക്കർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ് ആണ്. ഒന്ന് സായി കുമാർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ്. ഇപ്പൊ സായി ചേട്ടന്റെ ഡയലോഗുകൾ പറയുന്നത് സഞ്ജു ആണ്, ബിന്ദു പണിക്കരുടെ ഡയലോഗ് പറയുന്നത് കല്യാണി പണിക്കരാണ്. ഞാൻ ആ ഡയലോഗ് ആക്ട് ചെയ്ത് കാണിക്കണം. അതെ, അതായത് ഒരു ഡയലോഗിന് മറുപടി ആയിട്ടാണ് മറ്റൊരു ഡയലോഗ്. രണ്ടും ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകളാണ്. ഈ ഡയലോഗിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഞ്ജുവിന് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ സിനിമകളിലാണ് അതെന്നുള്ളത് ഞാൻ ബ്രാക്കറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ മോഡുലേഷനിൽ വേണം പറയാൻ. അത് ആ ഡയലോഗ് വായിക്കുമ്പോൾ മനസ്സിലാവും. വായിക്കൊണ്ട് പറയാം. ഇത് വായിച്ചിട്ട് അത് ആക്ട് ചെയ്താൽ മതി, വായിച്ചാൽ മതി. ഇതിൽ സാധനം എളുപ്പമാണ്. ഇവിടെ ബിന്ദു പണിക്കരുടെ ഡയലോഗുകളുണ്ട്, ഇത് ഏത് സിനിമയിലത്തെയാണെന്ന് എഴുതിയിട്ടില്ല, പക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് അതേ എക്സ്പ്രഷനിൽ പറയാം. അപ്പൊ ഈ ഡയലോഗിന് ഉത്തരമായിട്ടായിരിക്കും ഈ ഡയലോഗ് വരിക. രണ്ടും 2 സിനിമകളുടെ ഡയലോഗാണ്. നമുക്ക് എങ്ങനെ വരുന്നു നോക്കാം. നിങ്ങളുടെ ഒരു സ്കിൽ സെറ്റ് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞുള്ളൂ, ബിന്ദു പണിക്കരെ പോലെ പറയാം. അതല്ല, 5 ഡയലോഗുകളാണ്. ഇവിടെ നിന്നൊരു ഡയലോഗിന് ഉത്തരം അവിടെ ഉണ്ടാവും. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, കല്യാണി തുടങ്ങിക്കോളൂ. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനല്ല യമുനിക്ക, കുശൻ തന്നെ വേണം, കുതിച്ചു പോകണം. നീ കൊള്ളാലോടി കൊച്ചേ. അതുണ്ട്. കുഞ്ഞിക്കൂനല്ലേ? അടുത്തത് സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇനി മുതൽ നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം. അടുത്തത് ചേട്ടാ. പിന്നെ വയറിംഗ് ഇല്ലാത്തൊരു ഫോൺ. വയറിംഗ് ഇല്ലാത്തതുകൊണ്ട് അതിന് വില കുറവായിരിക്കും. ഇവനാ ഇത് വാങ്ങിയത്. അതിനൊക്കെ ആളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇവൻ അഭിനയിച്ചത്. പോടെ പറ്റി, ഇത്ര നാളായിട്ട് നിന്റെ അസുഖമൊന്നും മാറിയില്ല അല്ലേ? അറിയാതെ ചെയ്തതല്ലേ, അബദ്ധം. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ. ചേട്ടാ, ഇനി എന്നെ ഡ്രൈവർ ചെയ്യോ? നീ ആവശ്യപ്പെടുന്ന എന്ത് ഞാൻ തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് എന്ത് ഞാൻ. അയ്യോ, അത് ഐക്കോണിക്. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ വാങ്ങിത്തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും പിരികം ഞാൻ ജഗന് വാങ്ങിത്തരും.
ലാസ്റ്റ് വന്നപ്പോ ലാലേട്ടനായില്ലേ? സായികുമാരൻ തിരിച്ച് സായികുമാരൻ നേരെ ലാലേട്ടനായി. അപ്പൊ ഞാൻ 2 ക്യാരക്ടറും ചെയ്തു. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആ. കല്യാണിക്ക് 5 മാർക്ക്. താങ്ക് യു കുഴപ്പമില്ല കുഴപ്പമില്ല, എനിക്ക് 3. നിനക്ക് ഇല്ല. 5 തന്നെ. അല്ല, അല്ല ഇത്രയും പറഞ്ഞില്ലേ കൊണ്ടുവച്ചിട്ട് തോറ്റോനാ. സൂപ്പർ ആയിരുന്നു. എല്ലാരും വിജയിച്ചു. അപ്പൊ കല്യാണി പറയൂ, സായികുമാറിന്റെ ഡയലോഗുകൾ ആളുകൾ പലപ്പോഴും അദ്ദേഹം പലപ്പോഴും സിനിമയിൽ നായകനായിട്ടൊന്നുമല്ല വരിക. ഇപ്പൊ രൗദ്രം എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ഭരചന്ദ്രൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം നായകനല്ല, പക്ഷെ അദ്ദേഹം പ്രസന്റ് ചെയ്ത് വരുമ്പോൾ ഇയാളാണോ നായകൻ എന്നുള്ള രീതിയിൽ രോമാഞ്ചം വരിക, കയ്യടികൾ ഉണ്ടാക്കുക. അദ്ദേഹത്തെ ബ്രോഡാഡിയെ അങ്ങനെ കാണുന്നതിലെ ഒരു ഫീൽ, അങ്ങനെ കാണുന്നതിലെ ഒരു ത്രിൽ അത് എത്രമാത്രം ഉണ്ട്? എനിക്കിപ്പോ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആണ് ഭരചന്ദ്രൻ IPS. എനിക്ക് ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വില്ലൻ, ഇത് ഇത്രയും ഡയലോഗിന്റെ ലെങ്ത് തന്നെ ഞാൻ ഇങ്ങനെ വാ വിളിച്ചാണ് ആ സീനൊക്കെ കാണുന്നത്. എങ്ങനെ ഇത്രയും വേരിയേഷൻസ് കൊണ്ടുവരുന്നത്. പക്ഷെ എനിക്ക് മൈ ബോസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സായിച്ചന്റെ യഥാർത്ഥത്തിലുള്ളൊരു ക്യാരക്ടർ മൈ ബോസിലെയാണ്. അത്ര ചില്ലാണ് ആക്ച്വലി സായിച്ചൻ വീട്ടില്. ഇപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പുറമേന്ന് കാണുമ്പോ ഭയങ്കര ഗാംഭീര്യമുള്ള ഒരാളാന്നേ തോന്നുള്ളൂ. പക്ഷെ വീട്ടിൽ ആക്ച്വലി അത്രയും ഹ്യൂമറും, അമ്മയാണ് ഹ്യൂമർ ചെയ്യണമെങ്കിലും അച്ഛനാണ് ഹ്യൂമർ സെൻസ് ഉള്ളത് ഭയങ്കരമായിട്ട്. അപ്പൊ അമ്മയ്ക്കൊട്ടും ഇല്ലാന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും അച്ഛന്റെ കഥാപാത്രം മൈ ബോസ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ തന്നെ സിനിമയുടെ ചില സീനുകളൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പോണ സമയത്ത് സായിച്ചേട്ടന്റെ ആ എക്സ്പീരിയൻസ് വേറെ അല്ലേ. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ ഇതാവുന്ന സമയത്ത് ഞാനാണ് ചെല്ലുക. അപ്പൊ പറയൂരോട് അദ്ദേഹം വരുന്നുണ്ട്, ഇനിയിപ്പൊ അവൻ എന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കും. ഭയങ്കര രസം. അദ്ദേഹം വീട്ടിലൊക്കെ വരുന്ന ആളുകളോട് കാണിക്കുന്ന ഒരു കേർഡ്സ് ഉണ്ട് അസീസ്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്. ഞങ്ങള് ഈ ഭരതനാട്യം എന്നുള്ള സിനിമയുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി സജിച്ചേട്ടൻ ആ ടീം ഫുള്ളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ലഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ലഞ്ചിന്റെ ഭാഗമല്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ സജിച്ചേട്ടൻ പറഞ്ഞു, പോരുത് ബിന്ദു കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി. അത് അന്ന് ഞങ്ങളുടെ ടീമിലെ ആർക്കും എന്താ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ തലേദിവസം ഞങ്ങൾ ജോക്കർ കണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പൊ ബിന്ദു പണിക്കരകത്ത് മറ്റേ മാങ്ങയ്ക്ക് പൊട്ടിച്ച് ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന. അപ്പൊ നമ്മളിത് ടീമിലെ ഓരോരോ ആളുകളും വിളിച്ചു പറയാണ്, അത് ഞങ്ങള് സായികുമാറിന്റെ വീട്ടിലെ ബിന്ദു പണിക്കര ഭക്ഷണം പഠിപ്പിക്കുന്ന. അത് ഞങ്ങൾക്ക് അത്രയും വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞങ്ങളുടെ ടീമിലെല്ലാവരും അത് എടുത്തിട്ടുണ്ടായിരുന്നത്. സായിച്ചേട്ടനും ബിന്ദു പണിക്കരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ആസ്വദിക്കാൻ ഞങ്ങളോട്? അതെ, ഞങ്ങൾക്ക് ലൊക്കേഷനിലേക്കാളും ഞാനും സാഹചര്യം ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മള് റൂമിൽ വരുമ്പോഴാണ്. ഞാൻ റൂമിൽ വന്നാൽ എപ്പോഴും സാഹചര്യന്റെ റൂമിൽ പോയിരിക്കും. പല കാര്യങ്ങളും. പിന്നെ ഫുഡ് ഇപ്പൊ പറഞ്ഞില്ലേ, ഫുഡ് അതായത് എവിടെ നിന്നൊക്കെയോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം കേട്ടേ തരും. ആസ്വദിച്ചേ കഴിയണ എന്ന് പറഞ്ഞ് കേട്ടേ തരും. പിന്നെ ഇതിനെക്കുറിച്ച് അതായത് സാഹചര്യങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര രസം. സമയം പോകുന്ന അറിയത്തില്ല. കാരണം രണ്ടാമത് നമ്മളൊക്കെ സിനിമയോ ആഗ്രഹിച്ചതൊക്കെ ഇവരെയൊക്കെ കണ്ടല്ലേ. അപ്പൊ ഇവരുടെ ഓരോ പഴയ കഥകളും ഇതൊക്കെ ഭയങ്കര രസം കേട്ടോണ്ടിരിക്കാൻ. അതുകൊണ്ട് എത്ര കേട്ടാലും മതി വരില്ല സത്യം പറഞ്ഞു. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് ഞാൻ സത്യം പറഞ്ഞാൽ റൂമിൽ ഇരിക്കാറില്ല. എന്താ ക്യാരക്ടർ? സാധാരണ റിയൽ ലൈഫിൽ ഷെഫ് അല്ലേ, പക്ഷെ ഇതിൽ നായകനാണ് ഷെഫ് അല്ലേ? എന്താ ക്യാരക്ടർ? എന്റെ പ്രത്യേകത എന്റെ ക്യാരക്ടർ ഇതൊരു നസ്രാണിക്കുട്ടി, സ്നേഹ മാർക്കോസ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ആവശ്യമില്ലാണ്ടൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഇനി പ്രശ്നമുണ്ട. എന്താണ് ഈ ആഞ്ഞല മൂട്ടിൽ വീട്ടിലെ പ്രത്യേകത? അല്ല, അത് ഇപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ പറയാൻ പറ്റില്ല. മീൻസ് ആ ക്യൂരിയോസിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ആ ഒരു പ്രത്യേകത എന്താ പറയാ, ആ ക്യാരക്ടറുകളെ എങ്ങനെ ബാധിക്കുന്നത് തന്നെയാണ് സിനിമ. അപ്പൊ അതിപ്പോ ആക്ച്വലി നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാമം, പിന്നെ ഒരു നിഷ്കളങ്കനായ നായകൻ, കുറച്ച് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള നായിക, ആ ടെംപ്ലേറ്റിനൊക്കെ ഇപ്പോഴും വളരെ പ്രസക്തിയും വിജയ സാധ്യതയൊക്കെ ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, റിയൽ ലൈഫിൽ നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കണത് അതിനല്ലേ, സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ലേഡീസ്. മീൻസ് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരാണ് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞതൊക്കെ വെറുതെ അല്ലേ, നമ്മളാരും അല്ല കൊടുക്കാൻ. അപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞേ ഇപ്പോ പണ്ടൊരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും സംസാരിക്കുന്നത്, അതായത് ഇത് ഈ വിഷയമല്ല, ഞാൻ ചോദിച്ചോണ്ടാ റെലവൻസ്. അതായത്
ഇപ്പൊ കൽപ്പന ചവള അവിടെ പോയി പുറത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം. മീൻസ് ഡ്രസ് ഇടാനായാലും പുറത്തു പോകാനായാലും ഒക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരാളെന്നില്ല. ഇപ്പൊ സെൽഫ് മെയ്ഡ് എന്ന് പറയുമ്പോൾ സ്നേഹയുടെ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആണ് ഉറപ്പായിട്ടും. എല്ലാം ബ്രിട്ടീഷുകാരായി പോലെ ഭർത്താക്കന്മാരല്ല, അതെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ടീമായി അല്ല നമ്മളെ അല്ലേ. അപ്പൊ റെലവൻസ് എന്ന് പറയുമ്പോ റെലവൻസ് ഉണ്ട്. കാരണം ഇവരെല്ലാവരും നമ്മൾ ഈ ആക്ച്വലി ഭയങ്കര സാധാരണ ഇപ്പൊ ആരാണെങ്കിലും ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇവരുടെ എല്ലാവരുടെയും. നമ്മള് അത് വിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ സിനിമയുടെ മീൻസ് എന്നെ സാറിനെ കാണുമ്പോൾ പഴഞ്ചനായിട്ട് തോന്നാം. പക്ഷെ അതിലുപരി വേറെ നമ്മളെ കുടുംബത്തിൽ വേറെ ഉണ്ട്, അവര് കോളേജും വരും, അത് വേറെ ഒരു പുതിയ പരിപാടിയായിട്ട് തോന്നും. അല്ല ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളാണല്ലോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് സിനിമയുടെ ചെറിയൊരു ഫിക്ഷൻ ഉണ്ടാവും. മീൻസ് എല്ലാം നല്ല റിയലിസ്റ്റിക് എന്നല്ല, പക്ഷെ ക്യാരക്ടേഴ്സ് പരമാവധി എല്ലാം റിയലിസ്റ്റിക് ആണ്. അപ്പൊ അതിന് സാധ്യത ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇനിയും. അപ്പൊ 3 നടന്മാരായിട്ട് ഉണ്ടാക്കിയ രസമായിട്ടുള്ള കോമ്പിനേഷൻസ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് യൂട്യൂബ് കണ്ടന്റ് ആയിട്ടായാലും ഫേസ്ബുക്ക് ആയിട്ടായാലും. ഇപ്പൊ ഉദാഹരണത്തിന് സിജു ആയിട്ടുള്ള വാഴയിലെ ചെക്കട്ടത്തടി സീൻ, അത് എത്ര ആളുകളാണ് പിന്നെയും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുകയും ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അച്ഛനാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ സിജു ആയിട്ടൊരു മീറ്റർ അവിടെ സെറ്റ് ചെയ്തിരിക്കുക, ചില നോട്ടങ്ങളും ഉണ്ട്. മൊത്തമായിട്ട് നിങ്ങൾ വെർബലായിട്ട് നല്ല വർക്കാവുന്നത്. സിജു ആയിട്ട് ആ ഒരു ഇക്വേഷൻ അങ്ങനെ സെറ്റ് ആയത്. 2 ഇപ്പോൾ അതേപോലെ തന്നെ ആളുകൾ കുറേ ഇരുന്ന് ചിരിക്കുകയും ചെയ്തതാണ് ജയ ബേസിലായിട്ടുള്ളൊരു മീറ്റർ. ബേസിലിനെ ഉപദേശിക്കുകയാണ് നിന്നുകൊണ്ട്, എന്നാൽ ഒരു ഉപദേശം പോലും വർക്കാവുന്നില്ല. എന്നാൽ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂക്കയായിട്ടുള്ള ഒരു ഇക്വേഷൻ എല്ലാ അർത്ഥത്തിലും അയാളുടെ നിപ്പില് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആയിട്ടുള്ള അകലം പാലിക്കുന്നതിലൊക്കെ കണ്ണൂർ സ്ക്വാഡിൽ അയാളുടെ ശരീരഭാഷയിൽ മുഴുവൻ ബഹുമാനം പ്രകടമാണ്. ഇത് നിങ്ങൾ ഓഫ് ദ ക്യാമറ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണോ ഈ സിങ്ക് വരുന്നത്? അതെ, ഇപ്പൊ പറഞ്ഞ 3 പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. അത് വാഴ എന്ന സിനിമ ഞങ്ങള് എല്ലാവരും ഉണ്ട് അവിടെ, ഫുൾ ടീമുണ്ടല്ലോ. അപ്പൊ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ മക്കൾ ക്യാരക്ടർ ചെയ്ത ജോമോനായിരുന്നാലും സിജു ആയിരുന്നാലും ഇവരാരും അമിതായിരുന്നാലും ഇവരാരും ഞങ്ങൾക്ക് വലിയ അടുപ്പം ഉണ്ടായിട്ടില്ല. ഇത് കോട്ടൺ നസീറൊക്കെ പറഞ്ഞു തന്ന ഒരു പരിപാടി, എടാ അവരുടെ അടുത്ത് കൂടുതൽ അടുക്കണ്ട, നമ്മൾ വന്നു പറഞ്ഞ് മോണി എന്ന് പറഞ്ഞു. പിന്നെ അവര് ഞങ്ങളുടെ അടുത്ത് നിൽക്കാറില്ല. സത്യം പറഞ്ഞു ഞങ്ങൾ ഈ തന്തമാര് വേറൊരു വൈബില് ചേറക്കിട്ടിരിക്കും, അവിടെ ഇരിക്കും ഈ പരിപാടി. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ കൂട്ടുകാരന്മാരെ കാലി ശല്യം പടം കഴിഞ്ഞതിന് ശേഷം സത്യം. അപ്പൊ അതെന്നറിയാമോ, നമ്മള് ചെറിയ ഒരു അകൽച്ച കൊടുത്തതായിരുന്നു അവര്. സത്യസന്ധമായിട്ടും ഒരു അകൽച്ച കൊടുത്തതായിരുന്നു. അതിലുപരി പിന്നെ കണ്ണൂർ സ്കൂൾ എന്ന് പറയുന്ന പടം, അതിന് ഞാൻ ഷൂട്ട് ഫസ്റ്റ് ദിവസം പാലയില് ഷൂട്ട് നടക്കുന്ന സമയം ഒറിജിനൽ നമ്മളെ സ്ക്വാഡിന്റെ 2-3 പേര് വന്നായിരുന്നു. വന്നിട്ട് അപ്പൊ ഞാൻ അവിടെ ചേർത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളെ പ്രൊഡക്ഷൻ്റെ അവരൊന്ന് ഉണ്ടെന്ന് പോലീസുകാർക്ക്, ഒറിജിനൽ പോലീസ് അവർ വന്ന ഷൂട്ട് തുടങ്ങിയതിൻ്റെ അന്ന് വന്നതാ. അവർക്ക് ചായ കൊണ്ട് കൊടുത്തപ്പം അതിലൊരു പോലീസ് ചോദിച്ചു, സാറിന് കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ സാറിന് ഉദ്ദേശിച്ചാൽ മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ ജോർജ്, പുള്ളി അവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഭയങ്കര കെയറിങ് അതിനകത്ത്, സീരിയസ്ലി ഒരു കെയറിങ്. പിന്നെ രണ്ടാമത് അവിടുത്തെ വന്ന ആ ഒരു പോലീസുകാരൻ്റെ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ പെട്ടെന്ന് കണ്ടിട്ടാണ് ഷൂട്ടിന്റെ അന്ന് ഓടിപ്പോയി ഞാൻ റോബിയുടെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു മുറിവ് കൊടുക്കട്ടാ ചോദിച്ചു. അതിനകത്ത് ഒരു ചെറിയൊരു മുറിവ് കണ്ടില്ലേ, അത് ഒറിജിനൽ പോലീസ് അവരെ ഞാൻ എടുത്തത് അതാണ്. അപ്പോഴെന്തെന്ന് പറയുമ്പോ കെയറിങ്, പുള്ളി ഭയങ്കര കെയറിങ്, അതാണ് എപ്പോഴും. പിന്നെ ഞാൻ എന്തെന്നറിയാമോ, ഞാനൊരു സാധനം പിടിച്ചത് എപ്പം മമ്മൂക്ക സാറ് നിന്നാലും ഞാൻ മമ്മൂക്കാരെ ലെഫ്റ്റ് സൈഡ് നിൽക്കുള്ളൂ. ഏത് ഷോട്ട് നോക്കിയാലും ഞാൻ ലെഫ്റ്റ് സൈഡ് നിൽക്കും. ഞാൻ അത് പിടിച്ചതാ. പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡ് റോണി ചേട്ടൻ റൈറ്റ് ഹാൻഡ് എന്നൊരു സാധനം നമ്മള് കിട്ടിയതാ. അത് ഞാൻ എപ്പോഴും അവിടെ നിൽക്കുള്ളൂ. പിന്നെ ഒരു അകലം. പിന്നെ പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സുഹൃത്ത് വലയം പോലെ ഞങ്ങൾ ആക്കിയെടുത്ത്. അല്ലാതെ കാരവനിൽ നിന്ന് ഇറങ്ങുന്ന മമ്മൂക്കയല്ല നമ്മൾ കണ്ടത്, 24 മണിക്കൂറും പുള്ളി നമ്മൾ കൂടെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടി. പിന്നെ ജയ് ഹേ എന്ന് പറഞ്ഞാൽ ബേസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനും ബേസിലും കാരവനിൽ ഇരിക്കുമ്പോൾ തന്നെ ബേസിൽ എന്നെ വിളിച്ചിട്ട് നമുക്ക് ഡയലോഗ് പറഞ്ഞു നോക്കാം. ഞാനും ബേസിലും സത്യം പറഞ്ഞാൽ ഭയങ്കര റിഹേഴ്സൽ എടുക്കും. ഒറ്റ ടേക്കിൽ പോയിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അവനെ പോയിട്ട് പക്ഷെ 10-15 പ്രാവശ്യം റിഹേഴ്സൽ എടുക്കും. ഞാൻ നീ അവിടെ അതിനകത്ത് അഭിനയം നമ്മള്
എല്ലാം അഭിനയിച്ചിട്ട് അവിടെ ഒറ്റ ടേക്ക് എടുത്തിട്ട് സ്ഥലം കാശ്മീരിലെ ജയറാമാവല്ലേ? പക്ഷെ ഇത് കാര്യം പണിയാണ് കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് ഒരു കഥ കേട്ടിട്ട് ഒരു പടം ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഒരു സാധനം ചെയ്യണമെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ സിനിമ കിട്ടാൻ വേണ്ടി ഓടി, കിട്ടിയപ്പോൾ സന്തോഷമായി, വീണ്ടും കിട്ടാൻ വേണ്ടി ഓടി, വീണ്ടും കിട്ടിയതിന് ശേഷം നെട്ടോട്ടം വെച്ചാൽ അത് ഞാൻ പണ്ട് സുരാന്റെ ഹ്യൂമർ സിനിമകൾ നഷ്ടമായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചത്, സുരാനാ നിങ്ങളെ പഴയ ഒരു സാധനം ഞങ്ങൾക്ക് ആവശ്യമാണ്. പുള്ളി യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പേടിയാവുണ്ടാന്ന്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഒരു പടം ചെയ്താൽ പോലും നല്ലൊരു ഇല്ലടാ എനിക്കത് ഇപ്പൊ പറ്റില്ല, അത് ഒരു ഭയം. പക്ഷെ ആ ഒരു സാധനം പടക്കളം എന്ന് പറഞ്ഞ പടം വന്നപ്പോ അല്ലേ എനിക്ക് പ്രാന്താടാ പന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇളകി പറഞ്ഞു. ഇപ്പൊ യൂത്തിൽ അദ്ദേഹം യൂത്തിൽ അവർക്ക് എന്താ പൊതുവെ വെച്ചാൽ അവരത് കണ്ടിട്ടില്ലല്ലോ, മോഡ് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ട ചിരിപ്പിക്കുകയും ചെയ്തു, ക്ലൈമാക്സിൽ കരയിക്കുകയും ചെയ്തു. ഇതാണല്ലോ. നമ്മുടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഗെയിം ഞാൻ കളിക്കുകയാണ്. ഇത് കുഞ്ഞൊരു ഗെയിം. നിങ്ങൾ രണ്ടുപേരും ഒരു ടീം. ഓക്കെ, ഇത് വളരെ ചെറിയൊരു ഗെയിമാണ്. ഇത് ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അതായത് 2 സിനിമകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു എലമെന്റോ ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഞാനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഞാനൊരു സാമ്പിൾ. ഓക്കെ, ട്രയല്. സിനിമയിൽ നായകനായ ചേട്ടൻ സ്പിരിറ്റ് കടത്തുന്നു, അനിയൻ പോലീസ്. സിനിമയിൽ നായകൻ തമിഴ്നാട്ടിൽ ഗുണ്ടയാണ്, അളിയൻ പോലീസ്. യെസ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. തുടങ്ങാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ടീമിലേക്ക് പോവാം. എളുപ്പം, ഭയങ്കര എളുപ്പം. പുലിയെ പിടിക്കാൻ ഒരാളെ ഒരു നാട്ടിലേക്ക് വരുത്തുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. അച്ഛനെ കൊന്ന പുലിയെ പിടിക്കാൻ വേലുമായി ഇറങ്ങുന്ന മകൻ. മൃഗയും പുലിമുരുകനും. സെറ്റ്, സൂപ്പർ. ഓക്കെ, അടുത്തത്. മൂകാംബിയിലുള്ള അച്ഛന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്ന നായകൻ. അനിയൻ ചെയ്യുന്ന കൊലപാതകം ഏറ്റെടുത്ത് ജയിലിൽ പോകുന്ന ചേട്ടനായ നായകൻ. ആദ്യത്തെ ബാലേട്ടൻ. രണ്ടാമത്തേത് ഏകദേശം അതേ ഡയറക്ടർ ചെയ്ത അതേപോലത്തെ ഒരു പടമാണ്. അനിയൻ ചെയ്യുന്ന കൊലപാതകം ഏറ്റെടുത്ത് ജയിലിൽ പോകുന്ന ചേട്ടനായ നായകൻ. വേഷാണോ? യെസ്. പുഴയിലെ ചുഴിയിൽ പെട്ട് പോയി മരിക്കുന്ന നായകൻ. പുഴക്കടിയിൽ വാറ്റുചാരായം തണുപ്പിക്കുന്ന നായകൻ. മൊയ്തീൻ നരൻ. ഓക്കെ, അടുത്തത്. അച്ഛന്റെ കടം വീട്ടാൻ തമിഴ്നാട്ടിൽ തുണി ബിസിനസ് നടത്തുന്ന നായകൻ. അച്ഛന്റെ കടം വീട്ടാൻ ഗൾഫിൽ സ്റ്റീൽ ബിസിനസ് നടത്തുന്ന നായകൻ. അടുത്തത്. ബൈക്ക് റേസ് ജയിച്ച് നായികയെ സ്വന്തമാക്കുന്ന നായകൻ. ബാൻഡ് സെറ്റ് അടിച്ച് നായികയെ സ്വന്തമാക്കുന്ന നായകൻ. ബൈക്ക് റേസ് ജയിച്ച് നായികയെ സ്വന്തമാക്കുന്ന നായകൻ. ബാൻഡ് സെറ്റ് അടിച്ച് നായികയെ സ്വന്തമാക്കുന്ന ബാൻഡ് സെറ്റ് അടിച്ച് നായികയെ സ്വന്തമാക്കുന്ന നായകൻ. യെസ്. ഓക്കെ. ഫ്രിഡ്ജിനുള്ളിൽ ഇരുന്ന് ആളുകളെ പേടിപ്പിക്കുന്ന പ്രേതം. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചായയും കഴിക്കുന്ന പ്രേതം. കോൾഡ് കേസ്. ഓക്കെ, സൂപ്പർ. 7. ഓടയിൽ നിന്ന് നായികയെ രക്ഷിക്കുന്ന നായകൻ. ആന ചവിട്ടാതെ ഇരിക്കാൻ കുഴിയിൽ വീണ നായകനെ രക്ഷിക്കുന്ന നായിക. സോൾട്ട് ആൻഡ് പെപ്പർ. വെള്ളിത്തിര. ഭയങ്കര ടഫായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ, 8th one. സ്റ്റാർ ഹോട്ടലിൽ ബാർ ഏറ്റെടുത്ത് നടത്തുന്ന നായകൻ. ബാംഗ്ലൂരിൽ ജ്യൂസ് കട നടത്തി ഡോണായ നായകൻ. തുറുപ്പുകുലൻ. ബാംഗ്ലൂരില് ജ്യൂസ് കട. ആവേശം. ഇത് ടൈ ആയ സ്ഥിതിക്ക് ഞാൻ ഒറ്റ ലാസ്റ്റത്തെ പറയാണ്. ഇതിൽ ആദ്യം പറയുന്നു അവര് ജയിക്കും. ഓക്കെ, പച്ചവെള്ളം പോലെ മലയാളം സംസാരിക്കുന്ന അറബിയായി വേഷം കെട്ടി കൂട്ടുകാരനെ രക്ഷിക്കുന്ന കൂട്ടുകാരൻ. മരുഭൂമിയിലാന. രണ്ടാമത്തെ. ഒരെണ്ണം മരുഭൂമിയിലാണ്. അറബിയായി വേഷം കെട്ടി നായകനെ രക്ഷിക്കുന്ന കൂട്ടുകാരൻ. അല്ലല്ല, മറ്റേത് അച്യുത് മാമ. അച്യുത് മാമ.
അയ്യോ മറ്റേ മറ്റേ മണിയമ്പിള്ള രാജേട്ടൻ ആ യെസ് യെസ്. നെടുമുടി. ഇല്ല കണ്ടിട്ടില്ല. ആ വേറെ വായിക്കും കുടിച്ചു. മറ്റേത് മുകേഷ് ആ ഏട്ടൻ. യെസ് യെസ്. അയ്യോ പേര് മറന്നുപോയി. പേര് കിട്ടുന്നില്ലേ, ഓർമ്മ നല്ലോണം ഉണ്ട്. വലിയ 3 അക്ഷരം ഉണ്ട് അത്. 3 അക്ഷരം ഉണ്ട്. അന്ന് ഓർത്ത ആവശ്യം അതാണ് ചേച്ചി പറയില്ലേ. ഇവനിത് എത്ര വർഷമുണ്ട്? 3 അക്ഷരം. അക്ഷരേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ലാസ്റ്റ് അക്ഷരം കൂടെ അങ്ങ് പറ. അല്ലല്ല നമ്മൾ ജെൻസിക്ക് ഇത് അറിയാവുന്നത്. അല്ല, 3 അക്ഷരം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയില്ല. ഫസ്റ്റ് ആ ഞാൻ പറയാം. രണ്ടാമത്തെ ഇവരെ അസീസ് അടുത്ത ഒരു കാര്യം ചെയ്യ്. ലാസ്റ്റിലത്തെ അക്ഷരം കൂടെ അങ്ങ് പറ. അതെ. ലാസ്റ്റ് വാക്കിന്റെ അക്ഷരം പറയാം. ആ മ. ഓ എത്ര വാക്കുണ്ട്? 3 വാക്ക്. ആമേ ഇപ്പോഴും അക്ഷരമല്ല, 4 ദിവസം വാക്കുണ്ട് മുമ്പാണ്ട് ഞാൻ ഊണ് കഴിക്കുമ്പോ 3 വാക്കുണ്ട്. അതില് 3ാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അത് തുണ്ട് വെച്ചിട്ടായാലും പറ. അതല്ല ആളച്ചേട്ടനൊക്കെയല്ലേ പറഞ്ഞത്, ഇത് പണ്ടപ്പടല്ലേ? പണ്ടത്തെ പടാ. അറിയില്ല. അല്ല എനിക്കിത് ഞാനിപ്പോ ഓക്കെ, അക്കരെ നിന്നൊരു മാരൻ. കണ്ടാ കിട്ടുന്നില്ല. എന്തായാലും അവസാനത്തെ പകുതി പറഞ്ഞ സ്ഥിതിക്ക് ബിബിന്റെ ടീം ജയിച്ചതായി ആ യെസ് യെസ് യെസ്. അല്ല ഇതെന്താന്നറിയോ, കഴിഞ്ഞ ദിവസം കണ്ടോളൂ. യെസ് യെസ്. അപ്പോൾ സിനിമ ഡെഫിനറ്റ്ലി കല്യാണിക്കൊരു തുടക്കമാവട്ടെ. മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ, അമ്മയും അച്ഛനെയും ഒക്കെ ഏറ്റെടുത്തതുപോലെ. നേരത്തെ ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു Thank you. താങ്ക് യു താങ്ക് യു. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.